ഈ ഒരു പ്രൊഡക്റ്റ് നേരെ കൊണ്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ തീർന്നു. പ്രൈമർ വേണ്ട, അതിലേക്ക് വേണ്ട പുട്ടി വേണ്ട, പെയിന്റ് വേണ്ട, എക്സ്ട്രാ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ പ്ലൈവുഡോ മൈക്കോ ഒന്നും വേണ്ട. നമ്മളൊരു ടി വി ഏരിയ വീടിനകത്ത് ചെയ്യണമെങ്കിൽ 1 or 2 ഷീറ്റ് വെച്ച് തീർന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്താൽ അത് പൊട്ടുവോ? ഇല്ല, നമുക്ക് അപ് ടു ഒരു 45 ഡിഗ്രി വരെ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. ബാക്കി പോകണമെങ്കിൽ 90 ഡിഗ്രി നമുക്ക് ഹീറ്റ് ചെയ്താൽ മതി. വെള്ളത്തിന്റെയും പ്രശ്നമില്ല, നമുക്ക് ചെതലും പിടിക്കില്ല. വേറെ ഒന്നും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നില്ല. ടാക്സ് ഉൾപ്പെടെ 2200 രൂപ ഒരു പാനൽ. വാവ്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഫീൽ കിട്ടും. ഇങ്ങനെ ബെൻഡ് ആവുന്നുണ്ട്. ഇത്രയും ചെറിയ പീസ് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, എൻ്റെ ശക്തി യൂസ് ചെയ്തിട്ടാണ്. 60ഓളം മോഡലുകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഏരിയക്ക് ആംബിയൻസിനനുസരിച്ചുള്ള മോഡലുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട് പണിയിൽ ഇന്റീരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ലാഭമാണ്. മിക്ക വീടുകളിലും ബാത്റൂമിന്റെ സൈഡ് ചുമരിൽ ഇതുപോലെ ഡാമേജ് വന്ന് കൊള്ളയിട്ടിരിക്കും. ബാംബു ചാർക്കോൾ പാനൽ നേരെ വെച്ച് ക്ലാഡ് ചെയ്താൽ നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് ആ ഒരു പ്രശ്നത്തിനുള്ള. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഇന്റീരിയർ ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ പലപ്പോഴും അതിൻ്റെ കോസ്റ്റാണ് എല്ലാവർക്കും ഭീഷണിയായിട്ട് വരുന്നത്. വീട് പണിയിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ അതിൽ പ്ലൈവുഡ് വേണം, അല്ലെങ്കിൽ WPC വേണം, പിന്നെ അതിലേക്ക് മൈക്ക് യൂസ് ചെയ്ത് ലാമിനേറ്റ്സ് ഒക്കെ ചെയ്ത് വരുമ്പോൾ പോക്കറ്റ് കാലിയാവുന്ന ഒരു അവസ്ഥ. എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്റീരിയർ ചെയ്യാനുള്ള ഒരു കിടിലൻ ഐഡിയ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ബാംബു ചാർക്കോൾ പാനൽ. ബാംബു ചാർക്കോൾ പാനൽ വെച്ച് മനോഹരമായിട്ട് എങ്ങനെ ഇന്റീരിയർ ചെയ്യാം, അതും അതിവേഗം, വളരെ പെട്ടെന്ന് തന്നെ ഇന്റീരിയറിന്റെ വർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പൊടിയോ അധ്വാനമോ ഇല്ലാതെ വളരെ വേഗത്തിൽ തീർക്കുന്ന ഈ ഒരു ഐഡിയയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. ഇന്റീരിയറിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലൂട്ടഡ് പാനൽ ലൂവേഴ്സ് നമ്മൾ മുമ്പ് WPCയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നിതാ അസംബ്രോ പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്, ബാംബു ചാർക്കോൾ പാനൽ. ഹായ്, നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാരെ ചെറിയ ബഡ്ജറ്റിൽ ഇന്റീരിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുവാണ്. അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളിപ്പോൾ ഇറക്കിയ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ബാംബു ചാർക്കോൾ പാനൽ. അപ്പോൾ നമ്മളിത് എറണാകുളത്ത് വന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വീട്ടിൽ മൊത്തം ഇന്റീരിയർ ഒക്കെ തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണ്, പിന്നെ ഒരു 300 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു ദിവസം നമുക്ക് 300 സ്ക്വയർ ഫീറ്റ് തീർക്കാം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നേരെ കൊണ്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ തീർന്നു. അതിൽ പ്ലൈവുഡ് വേണ്ട എന്ന് പറയുന്നു, ശരിയാണോ? പിന്നെ അതിലേക്ക് വേണ്ട ലാമിനേറ്റ്സ്, വേറെ മൈക്ക ഒന്നും വേണ്ട. ആവശ്യം നമുക്ക് പൊട്ടി ഇടണ്ട, പെയിന്റും അടിക്കണ്ട, ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വോള് നന്നായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത വോളിൽ നേരെ ഇതങ്ങ് കൊണ്ടുവച്ചാൽ അത്രേ വരുന്നുള്ളൂ. നമുക്ക് വീട് പണിയിൽ ഇന്റീരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ലാഭമാണ്. പ്രൈമർ വേണ്ട, അതിലേക്ക് വേണ്ട പുട്ടി വേണ്ട, പെയിന്റ് വേണ്ട, എക്സ്ട്രാ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ പ്ലൈവുഡോ മൈക്കോ ഒന്നും വേണ്ട. ഡയറക്റ്റ് ഈ ഒരു ഷീറ്റ് 8x4 കൊണ്ടങ്ങ് വെച്ചാൽ മതി. ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇത് എവിടെ നമ്മൾ ഉപയോഗിക്കും, ഇവിടെ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽ നിരന്ന് കിടക്കുകയാണ്. അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നിയിരുന്നോ? കാരണം ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. പ്രൈസ്, ഇതിന്റെ ഫിനിഷസ്, ഈ പ്രീമിയം ഫിനിഷ് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ വീട് നല്ല ഭംഗി ഉണ്ടാവണം. അതെ. ഈ ഒരുപാട് ലിവിംഗ് റൂംസ് നമുക്ക് ഹൈലൈറ്റ് വോളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അതെ, ഒരു പ്രീമിയം ലുക്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം വളരെ ചെറിയ പൈസ. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ പൈസ എങ്ങനെ സ്ക്വയർ ഫീറ്റിനാണോ ചാർജ് ചെയ്യുന്നത്? സ്ക്വയർ ഫീറ്റിനല്ല, നമ്മൾ പാനൽ വൈസ് ആണ് നമ്മൾ സെൽ. ഒരു പാനലിന് മൊത്തം 8,200 rupees ഇൻക്ലൂഡിംഗ് GST ആണ് നമ്മൾ. ഇൻക്ലൂഡിംഗ് GST, അതായത് വേറെ ഒന്നും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നില്ല. ടാക്സ് ഉൾപ്പെടെ 2200 രൂപ ഒരു പാനൽ കേട്ടോ. നമ്മളൊരു TV ഏരിയ വീടിനകത്ത് ചെയ്യണമെങ്കിൽ 1 or 2 ഷീറ്റ് വെച്ച് തീർന്നു, അത്രേ ഉള്ളൂ. അത് ഗമ്മ് യൂസ് ചെയ്യല്ല, ഹീറ്റെക്സ് ആണോ യൂസ് ചെയ്യുന്നത്? ഹീറ്റെക്സ് അല്ല, നമ്മൾ ഇതിന് നെയിൽ ഫ്രീ അഡ്ഹസീവ് ആണ് യൂസ് ചെയ്യുന്നത്. നെയിൽ ഫ്രീ അഡ്ഹസീവ്. അതും പിന്നെ നമ്മൾ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ചാനൽസ് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് ഐ ചാനൽ വെച്ചിട്ടും നമുക്ക് C ചാനൽ വരുന്നുണ്ട്. 6 തരം ഡിഫറെന്റ് ചാനൽസ് വരുന്നുണ്ട്. 6 തരം മോഡലുണ്ട്. നമുക്ക് LED പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. LED, അതായത് 2 ഷീറ്റിനിടക്ക് LED കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ട് അതിനവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അസാമിനെ ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം. കാരണം ഒരു യുവ സംരംഭകനാണ് അദ്ദേഹം. ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ, എനിക്കൊന്ന് സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് വേറെ ആരും സെയിൽ ചെയ്യുന്നില്ല. ഇല്ല, ബാംബു ചാർക്കോൾ പാനലിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് ഹംപ്ടൺ ഡെക്കോർ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. ഇത് എത്ര വേരിയേഷൻ, ഇതിന്റെ എത്ര
എത്ര വേരിയന്റ് ഉണ്ട് നിങ്ങളെ കയ്യിൽ? നമുക്കൊരു 60+ വെറൈറ്റീസ് വരുന്നുണ്ട്. 60+ ഉണ്ട്. ഇതിന് ഏത് മോഡൽ വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എടുത്ത് പറയണം. ഇത് വളരെ തിക്നെസ് കുറവാണ് അല്ലേ? 5 mm ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പലപ്പോഴും ഇന്റീരിയറിൽ ചെയ്യുന്ന പല മെറ്റീരിയലുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. വെള്ളത്തിന്റെയും പ്രശ്നമില്ല, നമുക്ക് ചെതലും പിടിക്കില്ല. ഇതിനകത്തുള്ള മെറ്റീരിയൽ കറക്റ്റ് ബാംബു ചാർക്കോൾ പാനൽ എന്നുള്ളതിന് അതിനകത്ത് ഉണ്ട്. എന്നാലും ഒന്ന് വിശദീകരിക്കാം നമ്മളെ. അത് നമുക്ക് വരുന്നത് ബാംബുവിന്റെ ചാർക്കോൾ തന്നെയാണ്. അതും ഫൈബർ എല്ലാം കൂടി പ്രോസസ് ചെയ്ത് പ്രസ് ചെയ്ത് വരുന്നതാണ് ഈ ഷീറ്റ്. ഇതിന്റെ ഡെൻസിറ്റി നമുക്ക് 0.67 ഉണ്ട്. അതെ, അത് അപ്പൊ നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബെൻഡ് ചെയ്യാൻ പറ്റും. ബെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. അതായത് ഇതൊരു ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്താൽ അത് പൊട്ടുവോ? ഇല്ല, നമുക്ക് അപ് ടു ഒരു 45 ഡിഗ്രി വരെ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. ബാക്കി പോകണമെങ്കിൽ 90 ഡിഗ്രി നമുക്ക് ഹീറ്റ് ചെയ്താൽ അതായത് ബെൻഡ് ചെയ്യേണ്ട ഏരിയകൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം എത്രത്തോളം അതിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഇനി ഇതിന്റെ മോഡലുകൾ നമുക്ക് നോക്കാം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കേട്ടോ. ഒരു മൊസൈക്ക്, ഗോൾഡൻ മൊസൈക്ക്. ഇത് റിച്ച് ആയിട്ട് നമുക്കൊരു TV ഏരിയ അല്ലെങ്കിൽ സോഫ ഏരിയയിലൊക്കെ പറ്റും. അതിന് ആപ്റ്റ് ആവുന്ന സൈസ് അല്ലേ? ഇതിന്റെ കളർ വേരിയേഷൻസ് വരുന്നുണ്ടോ? ഇതിന്റെ സിൽവറും റോസ് ഗോൾഡും നമുക്ക് അവൈലബിൾ ആണ്. സിൽവറും റോസ് ഗോൾഡും ഉണ്ട് അല്ലേ? ഓക്കെ. ഇതാകുമ്പോൾ ഇതൊരു പ്രത്യേക തരം പാറ്റേൺ. ഇത് വേവ്സ് ആണോ? എന്താ ഇതിന്റെ പേര്? വാട്ടർ റിപ്പിൾ എന്നാണ് ഇതിന്. വാട്ടർ റിപ്പിൾ തന്നെയാണ്. വാട്ടർ റിപ്പിൾ ആണ്. ബെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, റൗണ്ട് ആയിട്ടുള്ള കോളത്തില് തൂണുകളിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ. ഇത് തന്നെ നമ്മൾ റൗണ്ട് പില്ലർ ചെയ്തിട്ടുണ്ട് നിങ്ങള്. ഓക്കെ. അപ്പൊ നിങ്ങൾ എത്ര വർഷം ഈ ഒരു സംഭവം ചെയ്യുന്നത്? വർഷമായില്ല, നമ്മളൊരു 9 months ആവുന്നുള്ളൂ. ഒരു വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ ഈ പ്രോഡക്റ്റ് ഇവിടെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇത് ബ്ലാക്ക് കളറാണ് അല്ലേ? ബ്ലാക്ക് ആണോ? ഇതിന് വുഡൻ ഗ്രെയിൻസ്, ഒരു ഡാർക്ക് ബ്രൗണിൽ നിന്ന് പോയൊരു ഡാർക്ക് ആണ്, ഭയങ്കര ഡാർക്ക് കോഫി ടോൺ ആണ്. ബ്രഷ് ഫിനിഷ് ആണ്. കാരണം നമ്മൾ ആ ലൈറ്റിനനുസരിച്ച് അതിന്റെ വേരിയേഷൻ വരും. പ്ലെയിൻ വൈറ്റ്, നാനോ വൈറ്റിന്റെ ഫീൽ വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ വാളിലും ഫ്ലോറിൽ കൊടുത്താൽ ശരിയാവില്ല, കാരണം സ്ക്രാച്ചിന് ചാൻസ് കൂടുതലാണ്. ഡെൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വാളിൽ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലേ? നല്ലൊരു ഫിനിഷ് കിട്ടാം. ഇത് PET എന്നാണ് ഇതിനെ പറയുന്നത്. ലാമിനേറ്റ്സ് വരുന്ന PET. അതായത് നമ്മൾ ഈ കാണുന്ന ചാർക്കോളിനകത്ത് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ലാമിനേറ്റ് PET, പോളിയെത്തിലീൻ ടെറാഫ്തേറ്റ്. ഓക്കെ. അതായത് ഈ ലാമിനേറ്റിന്റെ പേരാണ്, കാരണം അതിനകത്ത് വരുന്ന ആ മെറ്റീരിയലിന്റെ പേരാണ്. ഇത് വുഡൻ ഷെയ്ഡുകളാണ്. വുഡൻ ഷെയ്ഡ് നല്ല മൈക്കൊക്കെ അപ്പുറം നിൽക്കുന്നുണ്ട്, കാരണം ഇതിനകത്ത് ചെറിയൊരു ഗ്ലേസ്നെസ് ഞാൻ സ്പോട്ട്ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലിറ്റർ ഫിനിഷ് വരും. വാവ്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഫീൽ കിട്ടും. ഈ വുഡിനകത്ത് ഇത് കിട്ടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ സ്പോട്ട്ലൈറ്റ് മേലെ നിന്ന് സ്പോട്ട്ലൈറ്റിന് അടുത്തായിരിക്കുമല്ലോ മിക്കവാറും വാളിൽ വരിക അല്ലേ? അപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇതാണെങ്കിലും ഇതിന്റെ മറ്റൊരു ടോണാണ്. മാറ്റ് ഫിനിഷ് ആണ് അല്ലേ? മാറ്റ് വുഡൻ ഫിനിഷ് ആണ് ഇത് വരുന്നത്. കളർ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് വേരിയൻസ് വരുന്നത് മാർബിൾ ഫിനിഷസ് വരുന്നുണ്ട്, വുഡൻ ഗ്രേഡ്സ് വരുന്നുണ്ട്, മൊസൈക്ക്, മെറ്റാലിക്, ബ്രഷ് ഫിനിഷസ്, സോളിഡ് കളേഴ്സ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ മിറർ ഫിനിഷസ് വരുന്നുണ്ട്. മിറർ ഫിനിഷ് ബ്ലാക്കിൽ അല്ലേ? ബ്ലാക്കിൽ നേരെ കാണുന്നുണ്ടല്ലോ, അതുപോലെ കാണുന്നുണ്ട്. വൈറ്റിലുണ്ട് അല്ലേ? ഇതാണ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ? ഇതൊരു മാർബിൾ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഗോൾഡൻ മാർബിൾ ആട്ടോ. അതിനകത്ത് എന്താ പറയാ, ബ്ലാക്കിൽ ഗോൾഡ് സ്ട്രിപ്പ്. നമ്മുടെ പെർസ്പെക്റ്റീവിനനുസരിച്ച് ഇതിന്റെ കളറും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഒരേ പാറ്റേൺ അല്ല, അത് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വലിയ ഏരിയയിലൊക്കെ നല്ല ഭംഗിയാണ്. ഒരു ഫുൾ വോളൊക്കെ നിങ്ങൾക്ക് ഇതാ 2 പീസിൽ അവസാനിക്കും. അപ്പോൾ ചെറിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് അല്ലാതെ ഡിഫറെന്റ് കളർ ഈ പാറ്റേണിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഈ ബ്ലാക്കിൽ തന്നെ ഈ ഗോൾഡിന് പകരം സിൽവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്മോക്കി ഫിനിഷസിൽ വരുന്നുണ്ട്, ലൈറ്റ് ഗ്രേ വരുന്നുണ്ട്, വൈറ്റ് മാർബിൾ വരുന്നുണ്ട്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമ്മളെ ഇന്റീരിയർ ഏതാണെങ്കിലും അതിന് മാച്ച് ചെയ്യുന്ന കളറിൽ വേണം നിങ്ങളത് ചെയ്യാൻ. ഓക്കെ. ഇത് ഞാൻ ഇവിടെ കുറച്ച് ലൂവേഴ്സ് കണ്ടു നേരത്തെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിത് WPC തന്നെയാണ് ചെയ്യുന്നത്? WPC തന്നെ, നമ്മുടെ ഹംപ്ടൺ ഡെക്കോർ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബെസ്റ്റ് പ്രൈസ് ലെങ്ത് വൈസ് ആണോ അതോ ഫീറ്റ് വൈസ്? ഫുൾ പാനൽ നമുക്ക് വരുന്ന 550 സ്റ്റാർട്ടിംഗ് വരുന്നത്. 550 രൂപ മുതലാണ് ഈ കാണുന്ന ലൂവേഴ്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് കളറിൽ വരുന്നുണ്ട്, ഡിഫറെന്റ് സ്റ്റൈലിൽ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ഫ്ലൂട്ടഡ് ഒക്കെ വരുന്നുണ്ട്. ഇൻവേർഡ് ഫ്ലൂട്ടഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഔട്ട്വേർഡ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത കൺസൈൻമെന്റ് അതെല്ലാം നമുക്ക് അവൈലബിൾ വരും. ഓക്കെ. അപ്പോൾ കോൺടാക്ട് ചെയ്ത് നേരത്തെ തന്നെ കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും ആ ഒരു പ്രോഡക്റ്റ്. അതുപോലെ നമുക്ക് ഇനി അപ്കമിംഗ് പ്രോജക്ട്സ്, ഫ്യൂച്ചർ വലിയ പ്രോജക്ട്സ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനർ അവർക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് വന്ന് ക്വാണ്ടിറ്റി പറയാം. ഒരു അത്യാവശ്യം 100 ഷീറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നമ്മുടെ കാറ്റലോഗ്, നമുക്ക് ബുക്കിൽ കാറ്റലോഗ് ഉണ്ട്, ഇത് അവർക്ക് കൊടുക്കാൻ പറ്റും കാറ്റലോഗ് അല്ലേ? ഓക്കെ. ഇതിനകത്ത് ഒരുപാട് മോഡൽ ഉണ്ട്. PDF കാറ്റലോഗ് ഉണ്ടോ? PDF കാറ്റലോഗ് അവൈലബിൾ ആണ്. ഫിസിക്കലായിട്ട് അവർക്ക് ഫീൽ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ലാമിനേറ്റ്സ് വരുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യാം.
ഒരുപാട് മോഡലുകൾ ഉണ്ടല്ലോ. യെസ്, നമുക്ക് എന്നിട്ട് അടുത്ത കൺസൈൻമെന്റിൽ നമുക്കത് കൊണ്ടുവരാം. ഇതിൽ തന്നെ ഗ്ലിറ്റർ സീരീസും മാർബിൾ സീരീസ് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ വാൾപേപ്പർ പോലെ തോന്നുന്നെങ്കിലും പക്ഷേ ഇത് 5 mm നമുക്ക് വരിക അല്ലേ, അതിൻ്റെ തിക്നെസ് വരിക കേട്ടോ. അതായത് സാമ്പിൾ പീസുകളാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അതിൻ്റെ, ഇത് മറ്റൊരു സിൽവർ അല്ലേ, ഇതൊരു മാറ്റ് ഫിനിഷ് അങ്ങനെയാണത് കാണുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ഒറ്റ തിക്നെസ്സിലേ വരുന്നുള്ളൂ. 5 mm വരുന്നുണ്ട്, നമുക്ക് പിന്നെ 8 mm വരുന്നുണ്ട്. 8 mm വരുന്നുണ്ട്. 8 mm ആകുമ്പോൾ നമുക്ക് ആ ചാനൽസിനൊന്നും ആവശ്യമില്ല, അതിൽ തന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ എൻഡ് ഉണ്ട്, അത് ലോക്ക് ചെയ്ത് പോവാം. ഓക്കെ. ഇത് ഒരാൾ പറയുന്നു ഒന്ന് മടക്കി നോക്കാൻ പറ്റുമെന്ന്, കാരണം എത്രത്തോളം അതിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാനേ. ഇങ്ങനെ ബെൻഡ് ആവുന്നുണ്ട്. ഇത്രയും ചെറിയ പീസ് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, എൻ്റെ ശക്തി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ബെൻഡായി നിൽക്കും എന്നുള്ളതാണ്. അതായത് കർവായിട്ടുള്ള വോളുകൾ തൂണുകളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ ഇത് പ്ലേസ് ചെയ്യാം. അത്ര പെട്ടെന്ന് പൊട്ടുന്ന ഒരു സാധനമല്ല. പിന്നെ നമുക്ക് ഡെൻസിറ്റി സാധാരണ നമ്മൾ ചെക്ക് ചെയ്യൽ ഇങ്ങനെ കേട്ടോ. ഒന്ന് നമ്മളെ വ്യൂവേഴ്സിന് അറിയാം, നമ്മളെ ടെസ്റ്റിങ് 0.6 ഉണ്ട്, അതുകൊണ്ട് അടിയിലേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നില്ല. അതാണ് അതിൻ്റെ സ്ട്രെങ്ത്ത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മളെ വ്യൂവേഴ്സിന് ജസ്റ്റ് ഒന്നൊരു ക്ലാരിഫൈ ചെയ്തു. നമുക്കിത് മെയിൻലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാൾ പാനലിങ്ങിനാണ്. അതുകൂടാതെ നമുക്ക് സീലിംഗും നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഡോർ കവറിങ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം, കട്ട്ല ചെയ്യാം. കട്ട്ല ചെയ്തത് നമ്മുടെ ഉണ്ട്, നമ്മുടെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു പാനൽ കിട്ടുക, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ഫീൽ എവിടെ വേണോ അവിടെ കൊടുക്കാം. ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ആളുകൾ വിളിക്കുന്നതിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്യണം. എങ്ങനെയാണ് ഡെലിവറി? എങ്ങനെയാണ് ഡെലിവറി? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം. നമുക്ക് യൂഷ്വലി നമ്മൾ എങ്ങനെയാ ഇപ്പോൾ സ്റ്റീൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ എവിടെയും കൊടുക്കും. ഓൾ കേരള ചെയ്യാം. നമ്മൾ ചെന്നൈയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ഉള്ളുവെങ്കിൽ പിന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് ഉണ്ട് എല്ലാ മെറ്റീരിയലുകളും അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ 16 മോഡലുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സ്റ്റോക്കിൽ ഉണ്ടാകും. 60 മോഡലുകൾ. 60 ആണ് പറഞ്ഞത്. 60ഓളം മോഡലുകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇതിന്റെ ബെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബെൻഡ് ചെയ്ത് വെച്ചത് കാണിച്ചു തരാന്ന് പറഞ്ഞു അല്ലേ. നമ്മളിപ്പോ ഒരു മെറ്റാലിക് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ഹീറ്റ് ചെറിയ പീസ് വരെ നമുക്ക് ബെൻഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെറിയ പീസ് ബെൻഡ് ചെയ്യാം. അതായത് ബെൻഡ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തതല്ല, ചെറിയ പീസ് എടുത്ത് ബെൻഡ് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. ബാക്കിൽ ഹീറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ബെൻഡ് ചെയ്ത് കേട്ടോ. ഈ രീതിയിൽ ഇതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും, അത്രക്ക് ഷാർപ്പാണ്. ഇത് സ്ക്വയർ ചെയ്താണോ? ഇത് സ്ക്വയർ. അതുപോലെ നമ്മൾ സ്ലോട്ടിംഗ് മെഷീൻ റൂട്ടർ വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രി ബിറ്റ് അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കറക്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിന് അവിടെ നല്ല നിർത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യാം അല്ലേ. പിന്നെ ഗമ്മയാണെങ്കിൽ ഗമ്മ, അതല്ല നേരെ ഒരു കോളത്തിന് കവർ ചെയ്യാം. ഇതുപോലെ ചെറിയ ഡീറ്റെയിൽ വരെ കൊടുക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 60 മോഡൽ ഉണ്ടെങ്കിൽ അതിന് എത്ര പ്രൈസ്? എല്ലാത്തിനും ഒരേ പ്രൈസ് തന്നെയാണ്? അല്ല, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത് 2200 എന്ന് പറയുന്നത്. നമുക്ക് തിക്നെസ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ലാമിനേറ്റ്സ് മാറുന്നതിനനുസരിച്ച് പ്രൈസ് വേരി ചെയ്യും. നമുക്ക് 2200 മുതൽ 4300 വരെയുള്ള മോഡൽസ് ഉണ്ട്. അത് ഇൻക്ലൂഡിംഗ് GST ആണ്. അപ്പോൾ ഇതാണെങ്കിൽ എത്ര തിക്നെസ്? ഇത് 5 mm തിക്നെസ് ആണ്. ഇതൊരു ബ്രഷ് ഫിനിഷ് വരുന്ന മെറ്റാലിക് പോലെ തോന്നും. നമുക്ക് മെറ്റാലിക് വേണമെന്ന് തോന്നുന്നവർക്ക് അത്രയും പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോന്നില്ലെങ്കിൽ ഇത് ചെയ്യും. അല്ലേ, അത് മാത്രമല്ല ചില ആൾക്കാർക്ക് ഇതേ ഇഷ്ടപ്പെടുള്ളൂ, മെറ്റാലിക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുണ്ട് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് പറഞ്ഞപ്പോൾ ഇത് കൂടുതൽ തിക്നെസ് ഉള്ള മോഡലാണെന്ന് തോന്നുന്നു. ഇത് 8 mm വരുന്നത്. ഇത് 8 mm ആണ്. 8 mm വരുന്ന മോഡലാണ്. 8 mm വരുമ്പോൾ അതിന് പ്രൈസ് 4300 എന്ന് പറയുന്നത് 8 mm കേട്ടോ. പിന്നെ മെറ്റാലിക്കിനുമാണ് നമ്മൾ പ്രൈസ് കൂടുന്നത്. 4300 വരുന്നത്. അതിന്റെ തിക്നെസ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഡെൻസിറ്റി 0.7 പോകും. ഡെൻസിറ്റി ഒന്നുകൂടി കൂടി അല്ലേ. അപ്പോൾ അതിന്റെ റേറ്റ് കൂടും സ്വാഭാവികമായിട്ടും. WPC ആണെങ്കിലൊക്കെ, WPC ആണെങ്കിൽ PVC ആണെങ്കിലൊക്കെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടും. അതേ ഒരു കൂടുതൽ ഈ ബാംബു ചാർക്കോളിനും വരുന്നുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ആയുർദേവ എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ്. ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഏരിയയിൽ ഈ ബാംബു ചാർക്കോൾ യൂസ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗോൾഡൻ കളർ, അതേപോലെ സ്ട്രിപ്പുകൾ എല്ലാം യൂസ് ചെയ്തിട്ടോ. ഈ വോളൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെറ്റാലിക് ഐഡിയ ആണ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏരിയക്ക് ആംബിയൻസിനനുസരിച്ചുള്ള മോഡലുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാനൽ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു റൂമിന്റെ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട് അല്ലേ. എന്ത് മോഡലാണ് ഇതിൽ യൂസ് ചെയ്തത്? ഇത് മെറ്റാലിക് സീരീസ് ആണ്. ഇതിൽ ആ ഗോൾഡൻ സ്ട്രിപ്പും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. ഇതിന്റെ വിഡ്ത്ത് എത്ര കൊടുത്തിട്ടുള്ളത്? 1 feet ആണ്. 1 feetലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓരോ ഡിവൈഡ് ചെയ്തിട്ട് ഈ റൂം മുഴുവനായിട്ട് സെയിം ഡിസൈനാണ്. ഈ ആർക്ക് ഡ്രൈവ് ഒക്കെ വരുന്നിടത്ത് എക്സ്ട്രാ ആർക്ക് ഡ്രൈവ് ഒന്നും കൊടുത്തിട്ടില്ല.
ഒക്കെ എഡ്ജ് പാനൽ വെച്ചിട്ടാണ് നമ്മളിവിടെ എച്ച് പാനൽ ചെയ്താണ് അല്ലേ. ഓക്കെ, മനോഹരമായിട്ട് ഈ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയക്ക് ഈ ഒരു ആംബിയൻസിന് അനുയോജ്യമായ കളറും കൊടുത്തിട്ടുണ്ട്. മിക്ക വീടുകളും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഭാഗം അല്ലേ. മിക്ക വീടുകളിലും ബാത്റൂമിന്റെ സൈഡ് ചുമരിൽ ഇതുപോലെ ഡാമേജ് വന്ന് പൊള്ളയിട്ടിരിക്കും, പെയിന്റ് പൊളിഞ്ഞു പോവുക, ആകെ വൃത്തികേടാവും. ഇവിടെ തന്നെ 2-3 പ്രാവശ്യം പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം ഉള്ള സ്ഥലത്ത് ബാംബു ചാർക്കോൾ പാനൽ നേരെ വെച്ച് ക്ലാഡ് ചെയ്താൽ എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കും. നല്ലൊരു സൊല്യൂഷൻ ആണ് നമുക്ക് ആ ഒരു പ്രശ്നത്തിനുള്ള. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലേ മിക്ക ആളുകളും വാട്ടർ ഓഫ് ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. വാട്ടർ ഓഫ് എത്ര ചെയ്താലും ഇത് പിന്നീട് വരും, കാരണം അത് അകത്തുനിന്ന് വരുന്നതാണ്. അതുപോലെ അടിയിൽ നിന്ന് വെള്ളം ആ 2 രീതിയിൽ അത് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് കവർ ചെയ്യാല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, നമ്മൾ ഈ പാനൽ വെള്ളമായ പ്രശ്നമാവില്ല എന്ന്. വാട്ടർ പ്രൂഫ് ആയത് കാരണം ഒരു പ്രശ്നമില്ല. ഇവിടെ നേരെ ഇങ്ങനെ വെച്ച് ഇത് കവർ ചെയ്തത് ഇവിടെ കാണിക്കാൻ പറ്റില്ലേ? ഇവിടെ തന്നെ നമുക്കത് കാണിക്കാൻ പറ്റും, അത് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. മറ്റൊരാളുടെ ഒരു സംശയമാണ്, ഇതിനകത്ത് ഗമ്മ് വെച്ചിട്ടാണോ ഒട്ടിക്കുന്നത്? അങ്ങനെ വെള്ളം നനഞ്ഞ് ഈർപ്പം നനഞ്ഞാൽ പോവില്ല എന്നുള്ള എല്ലാവരും ചോദിക്കും. ശരിയാണ്. അപ്പൊ അതിനുള്ളതാണ് നമ്മൾ ഈ ചാനൽസ് വരുന്നത്. ചാനൽസ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് പിടിപ്പിക്കുക. അതും ഗമ്മും രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ അവിടെ നല്ലോണം അതായത് സ്ക്രൂ കൂടെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകിപ്പോയില്ല എന്നുള്ള പേര് വേണ്ട. ഉള്ളത് ഇതേ ഹോട്ടലിന്റെ മറ്റു റൂമുകളിലാട്ടോ ഇതുപോലെയുള്ള പാനലുകൾ കൊടുത്ത് ആ റൂമിന്റെ വാട്ടർ പ്രൂഫ് ചെയ്യാതെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. മുമ്പ് നമ്മൾ നീല വാള് കണ്ടില്ല, അതിലുള്ള കുമിളകളൊന്നും കാണുന്നില്ല ഇപ്പോൾ, കാരണം അത്രക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ ഈ ഒരു പാനൽ വെച്ച് കവർ ചെയ്തു. അതാണ് ബാംബു ചാർക്കോൾ പാനലിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ ഒരു ഹോട്ടലിലെ പല റൂമിലും ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകൾ ഒട്ടിച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. പക്ഷേ ഇവിടെയൊക്കെ ബാത്റൂമിൻ്റെ വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബാത്റൂമിൻ്റെ വാളിൻ്റെ വൃത്തികേട് എങ്ങനെ കവർ ചെയ്യാമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതാ മറ്റൊരു റൂമിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ കോർണർ കണ്ടില്ലേ, ബെൻഡ് ചെയ്തെടുത്തിരിക്കുക, പീസ് ഒട്ടിക്കാതെ അല്ലെങ്കിൽ ചാനൽ കൊടുക്കാതെ ബെൻഡ് ചെയ്തെടുത്തു. വേറെ റൂമിൽ വൈറ്റ് കളറുള്ള അതിൽ സിൽവർ ചാനൽ കൊടുത്തിട്ട് കോർണറിലും ചാനൽ കൊടുത്തിട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ റൂമുകളെ മനോഹരമാക്കാൻ സാധിക്കും. ഇതാ വേറൊരു ഡിസൈൻ മറ്റൊരു റൂമിലാണ്, ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ് വരിക, കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ മാത്രമാണ്, സൈസിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ സിമ്പിൾ അല്ലേ ഇതുകൊണ്ടുള്ള വർക്ക്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഷീറ്റ് നമ്മൾ ഇന്റീരിയറിന് മനോഹരമാക്കാം, പക്ഷേ ഈ കാണുന്ന ഷീറ്റ് പല സ്ഥലത്തും മാർബിളിന് പകരമായിട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റിന് പകരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്ത് ഫിനിഷാണ്, കുറച്ചുകൂടി ഹാർഡാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ, തിക്നെസ് കുറവാണ്. ഇത് ബാംബു ചാർക്കോൾ അല്ല, ഇത് നമുക്ക് UV മാർബിൾ ഷീറ്റ്സ് ആണ് ഈ വരുന്നത്. UV മാർബിൾ ഷീറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. 2 mm ആണ് ഇതിന്റെ സൈസ്. ഇത് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്, അതുപോലെ സിമ്പിൾ ആണ്, കുറച്ചുകൂടി ബെൻഡ് ആവുന്ന മെറ്റീരിയൽ എക്സ്റ്റെൻഡ് വരെയാണ്. നമ്മൾ ഓവറായിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പോകാൻ ചാൻസ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് വാളിൽ കൊടുക്കാനും പറ്റും. ഡയറക്റ്റ് ആയിട്ട് വാളിൽ കൊടുക്കാം. നമുക്ക് റസ്റ്റിന്റെ പ്രശ്നം വരുന്നില്ല, അതുപോലെ ഈർപ്പത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഈ സാമ്പിൾസ് ഒക്കെ ആർക്കുള്ളതാണ്? ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ട്സിനും ഷോപ്പിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആർക്കിടെക്ട്സിന് ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല ആൾ കേരള നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ജില്ലകളും സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഡീലർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 2 ഷീറ്റുകൾ ഇടയ്ക്ക് എങ്ങനെ ഇത് പിടിപ്പിക്കും എന്നുള്ളത് ചിലർക്കെങ്കിലും ഇപ്പോഴും സംശയം ഉണ്ടാവും, ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഓക്കെ, അപ്പോൾ ഒരു ഷീറ്റിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പോൾ പുറത്തേക്ക് സ്ക്രൂ കാണില്ല. അതാ സിമ്പിളായിട്ട് ഈ ഒരു ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതാണ് അതിന്റെ റിസൾട്ട്. ഓക്കെ, ഇതല്ലാതെ സെക്ഷൻസ് വേറെ എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് 6 വെറൈറ്റീസാണ് വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഐ പ്രൊഫൈൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എൻഡ് കോർണറിൽ വെക്കാനുള്ള എഡ്ജ് പ്രൊഫൈലാണ് ഈ വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റാർട്ടിങ്ങിലും അതേപോലെ നമുക്ക് സ്കേർട്ടിങ്ങിന്റെ അവിടെയൊക്കെ നമുക്ക് വെക്കാം. സ്കേർട്ടിങ്ങിന്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയിൽ തന്നെ ഫിനിഷ് ആവും അല്ലേ? ഓക്കെ, ഇതേ രീതിയിലാട്ടോ ഫിനിഷ് ആയി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഇതിന്റെ ലേബേഴ്സ് നിങ്ങൾ സപ്ലൈ ഉണ്ടോ അതോ? ലേബേഴ്സ് നമുക്ക് ടീമുണ്ട്, ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ലേബേഴ്സിനോട് ചെയ്യിക്കാം. നമ്മളെ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ടോട്ടൽ അസിസ്റ്റൻസും കൊടുക്കും. ഇപ്പോൾ അവർക്ക് തന്നെ കാർപ്പൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നോർമൽ കാർപ്പൻറ്റേഴ്സ് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയൊരു നിർദ്ദേശം കിട്ടിയാൽ മതി, ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളും അല്ലേ? എഡ്ജുകളല്ലാതെ ഇതിനകത്ത് LED കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വരുന്നില്ല. LED ആണ് ഈ പ്രൊഫൈൽ വരുന്നത്. 2 പ്രൊഫൈൽസ് വരുന്നുണ്ട്. നമുക്ക് ജോയിന്റിലും വെക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എഡ്ജസിലും വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് LED സ്ട്രിപ്പ് ഇതാണ് വരിക. ഈ LED സ്ട്രിപ്പിനെ ഈ ഒരു ചാനലിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി അല്ലേ? സിമ്പിളായിട്ട് ക്യാപ്പ് ഇതിനകത്ത് സിമ്പിളായിട്ട് ഇങ്ങനെ
വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്നാലും ചിലർക്കെങ്കിലും ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ഇത് മെയിൻ എടപ്പള്ളിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റേഴ്സ്, എടപ്പള്ളി ലുലുവിൻ്റെ നിന്ന് 4 കിലോമീറ്റേഴ്സ് നമുക്ക് വരുന്നുള്ളൂ. എളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഓക്കെ, എളമക്കര കേട്ടോ. നമ്പർ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരും, നേരിട്ട് തന്നെ നിങ്ങൾക്ക് വരാം. അപ്പോൾ നമ്മളുള്ളത് കാലിക്കറ്റ് ആണ്. അപ്പോൾ കാലിക്കറ്റ് ഓഫീസിലാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഷോറൂമിലാണ് ഉള്ളത്. അപ്പോൾ കാലിക്കറ്റ് ഷോപ്പിൽ വന്നാൽ ഷോറൂമിൽ വന്ന് ആരാ ഉണ്ടാവുക? ഇവിടെ നമുക്ക് നമ്മുടെ ഡീലർ തൻസീർക്ക ഇവിടെ അവൈലബിൾ ആയിരിക്കും. തൻസീർക്ക ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ കാലിക്കറ്റ് ആണ് ഓഫീസിലാണ് ഉള്ളത്. ഡിസ്പ്ലേകളൊക്കെ ഇവിടെ തന്നെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നേരെ മനസ്സിലാക്കാൻ പറ്റും, അതിനെ തൊട്ട് നോക്കാൻ പറ്റും, ഇടിച്ചു നോക്കാനൊക്കെ പറ്റും അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാലിക്കറ്റ് വരണമെങ്കിൽ എങ്ങനെയാണ് ഈ റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം? കോഴിക്കോട് നിന്ന് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ കല്ലായി വട്ടാമ്പൊയിൽ നിന്ന് റെയിലിൽ കടന്നു കഴിഞ്ഞാൽ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞായി കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ് റോഡിൽ തന്നെ കാണാൻ പറ്റും. ഇതിന്റെ പേര് ഈ ഹോം ഗ്രൂപ്പ് എന്നാണ്. ഈ ഹോം ഗ്രൂപ്പ് എന്നാണ് ഷോപ്പിന്റെ പേര്. പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കാണാൻ പറ്റും. പ്രൊഡക്റ്റുകളുടെ സാമ്പിൾ കിട്ടും, കാറ്റലോഗ് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ഒരുപാട് മോഡലുകളുണ്ട്. എല്ലാം ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല, ആളുകൾ നേരിട്ട് വന്ന് കാണട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.